അസഭ്യ പദങ്ങളുടെ ഡിക്ഷണറി ഉണ്ടാക്കി ഓരോരുത്തട്ട് വിളിക്കുക. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ശിക്ഷാർഹമാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്, ഇലക്ഷൻ കേസ് കൊടുത്താൽ പ്രശ്നമാണ്. ഒരു സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥിയെ അവമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് അതീവ ഗുരുതരമായ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യമുള്ള കാര്യം പറയുക, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ നാടിനും നന്നായിരിക്കും. ഞാനിപ്പോഴും ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ, പക്ഷേ ഞാനിതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് ചെറ്റയുടെ അർത്ഥം അറിയില്ല. ഞാനത് വ്യാഖ്യാനിച്ചു കൊടുത്തല്ലോ. നമസ്കാരം. ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള, പാർലമെന്ററി പാരമ്പര്യമുള്ള നേതാവ് തന്നെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ചും അതിന്റെ സതുദ്ദേശപരമായ വശങ്ങളെക്കുറിച്ചും നിയമപരമായ വശങ്ങളെക്കുറിച്ചും തെല്ലും ഗ്രാഹ്യമില്ല എന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഇത് എന്റെ വാക്കുകളല്ല. 63 വർഷം CPM-ൽ പ്രവർത്തിച്ച, CPM-ന്റെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ കരുത്തുറ്റ നേതാവും CPM-ന്റെ മുൻ മന്ത്രിയും MLA-യുമായിരുന്ന G. സുധാകരന്റെ വാക്കുകളാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ CPM-ൽ നിന്നും പിരിഞ്ഞു പോയത് സുധാകരന്റെ ആ പ്രവൃത്തിയെ ചെറ്റത്തരം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ചെറ്റത്തരം കാണിക്കുന്നവർ ചെറ്റകളാണല്ലോ. അങ്ങനെയെങ്കിൽ സുധാകരനെ ചെറ്റ എന്ന് മുഖ്യമന്ത്രി വിളിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കിയപ്പോൾ, വിവാദമായപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഓരോരോ ഭാഷയിലുള്ള ഡിക്ഷണറികളും പൊക്കിപ്പിടിച്ചുകൊണ്ട് AK ബാലനും തോമസ് ഐസക്കും അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നത് കണ്ടു. ചിലർ പറഞ്ഞതാകട്ടെ ചെറ്റത്തരം എന്ന് പറഞ്ഞ പദം ഭാഷയിലെ ചാരുതയാർന്നൊരു പദം ആണ് എന്നാണ്. ചാരുത എന്ന വാക്കിന്റെ അർത്ഥം പോലും ഇവർക്ക് അറിയാമോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. AK ബാലൻ പറഞ്ഞത് ചെറ്റത്തരം എന്നാൽ അല്പത്വം എന്നാണ് എന്നുള്ളതാണ്. AK ബാലന്റെ കയ്യിലിരിക്കുന്ന ഡിക്ഷണറി ഏതാണ് എന്നുള്ളത് വ്യക്തമായില്ല. ഡിക്ഷണറി ഏതായാലും അദ്ദേഹം ആ പദത്തിന്റെ കൃത്യമായ വ്യാഖ്യാനങ്ങൾ നോക്കി മനസ്സിലാക്കാതെ പിണറായി വിജയന് വേണ്ടി ആ പദം വീണ്ടും AK ബാലൻ വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ G. സുധാകരനെ അമ്പലപ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നത്. സുധാകരൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തുറന്നടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയത്തിൽ വലിയ നേതാവാണ് എന്നുള്ളൊരു സ്ഥാനമുണ്ടാകാം, എന്നാൽ പല വശങ്ങളെയും കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ സാമുദായികമായോ അധിക്ഷേപിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മത്സരത്തിന് വരെ ഒരുപക്ഷെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടേക്കാം എന്നാണ് G. സുധാകരൻ പറഞ്ഞത്. എന്നാൽ താൻ ഒരിക്കലും അത് ചെയ്യുന്നില്ല. രാഷ്ട്രീയ സദാചാര മര്യാദ തനിക്കുണ്ട്. മാത്രമല്ല തനിക്ക് ഇനിയും ഗുരുത്വം ബാക്കിയുണ്ട്. അതുകൊണ്ട് താൻ ഗുരുത്തക്കേട് കാണിക്കില്ല എന്ന് തന്നെയാണ് G. സുധാകരൻ തുറന്നടിച്ചത്. കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ സൈദ്ധാന്തികൻ എന്ന് അവകാശപ്പെടാവുന്ന, CPM-ന്റെ ബൗദ്ധിക മുഖം എന്നൊക്കെ CPM-കാർ തന്നെ വിശേഷിപ്പിക്കുകയും പാർട്ടി ക്ലാസുകൾ എടുക്കുവാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്ത CPM-ന്റെ ബുദ്ധിജീവി തന്നെയായിരുന്നു G. സുധാകരൻ. പാർട്ടിയുടെ ആദർശങ്ങൾക്കൊത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നേതാവ് തന്നെയായിരുന്നു സുധാകരൻ. പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവായിരുന്നു. 4 വോട്ട് കിട്ടുവാൻ വേണ്ടി ആരെയെങ്കിലും സുഖിപ്പിക്കുന്ന തരത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ വസ്തുതകൾ പകുതി മറച്ചു വെച്ചുകൊണ്ട് ഒരു കയർ കിട്ടിയിട്ടുണ്ട് തുമ്പത്തൊരു പശു എന്ന് വളരെ താഴ്ന്ന സ്വരത്തിൽ കയറിന് മാത്രം പ്രാമുഖ്യം നൽകിക്കൊണ്ട് പറയുന്ന രീതി അദ്ദേഹത്തിന് ഒരിക്കലും വശമായിരുന്നില്ല. യഥാതഥമായ വസ്തുതകൾ തുറന്നു പറയും. വ്യക്തമായി തന്നെ കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കും, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും അമ്പലപ്പുഴയിലുള്ള ആളുകളും ആലപ്പുഴയിലുള്ള ആളുകളും കേരളം മുഴുവനുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും കേരളീയരും തിരിച്ചറിഞ്ഞത്. അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ്, മന്ത്രിയായിരുന്നു G. സുധാകരൻ എന്ന് കേരളം സാക്ഷ്യപ്പെടുത്തുന്നു. കൈയിട്ട് വാരി കാശുണ്ടാക്കാവുന്ന വകുപ്പ് തന്നെയായിരുന്നു സുധാകരൻ ഭരിച്ചിരുന്നത്. പൊതുമരാമത്ത് വകുപ്പും ദേവസ്വം വകുപ്പും സുധാകരൻ കുറെ നാൾ കൈയാളിയിട്ടുണ്ടായിരുന്നു. സുധാകരന്റെ കാലത്താണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് അഴിമതിരഹിതമായ ഒരു ഭരണം നിർവഹിച്ചത്, വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാലമായ, അതായത് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമായ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള പെരുമ്പളം പാലം മുതലുള്ള അല്ലെങ്കിൽ പെരുമ്പളം പാലത്തിന്റെ പണികൾ വരെ സുധാകരന്റെ കാലത്താണ് സമാരംഭിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള വികസനോന്മുഖമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മന്ത്രിയായിരുന്നു, അഴിമതിരഹിതനായ മന്ത്രിയായിരുന്നു G. സുധാകരൻ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ കങ്കാണികളുമെല്ലാം സുധാകരൻ CPM-ന്റെ നയവൈകല്യങ്ങളോട്, പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയവൈകല്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ അതിൽ നിന്ന് പുറത്തുപോയപ്പോൾ പിണറായി വിജയൻ അടക്കം G. സുധാകരനെ അസഭ്യവർഷം നടത്തുന്നു. അതായത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ പോലും സദാചാര മര്യാദ പോലും മറന്നുകൊണ്ട് G. സുധാകരനെതിരെ പ്രയോഗിക്കുന്നു. സുധാകരന്റെ തന്തയ്ക്ക് വരെ വിളിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് സുധാകരൻ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്യാനോ അത് സദാചാര വിശുദ്ധമല്ല, രാഷ്ട്രീയ സദാചാര മര്യാദയുടെ ലംഘനമാണ് എന്ന് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന്റെ ബുദ്ധിജീവികളോ മെനക്കെടുന്നില്ല. മാത്രമല്ല പിണറായി വിജയൻ തന്നെ
സുധാകരൻ ചെയ്തത് ചെറ്റത്തരമാണ്, ചെറ്റ ആണ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും എവിടെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ സദാചാര മര്യാദ എന്നാണ് ഇപ്പോൾ സുധാകരൻ ചോദിക്കുന്നത്. പിണറായി അക്ഷന്തവ്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും താൻ പരാതി കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇത് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനത്തിനുള്ളതാണ്, ജനസേവനത്തിനുള്ളതാണ്. ഏതെങ്കിലും അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ വ്യക്തികൾ കലഹിച്ച് പിന്മാറി നിൽക്കുമ്പോൾ അവരെ വ്യക്തിഹത്യ നടത്തി അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോ വ്യക്തിപരമായി അവരെ ഏതെങ്കിലും തരത്തിൽ തിരിഞ്ഞാക്രമിക്കുന്നതോ ഭൂഷണമല്ല. ആശയപരമായ കാര്യങ്ങൾ ഉയർത്തി വേണം രാഷ്ട്രീയത്തെ കാണാനും രാഷ്ട്രീയപരമായി എതിർക്കാനും യോജിക്കാനും വിയോജിക്കാനും എന്ന് തന്നെയാണ് സുധാകരൻ തുറന്നടിച്ചത്. എന്തായാലും പിണറായി വിജയന്റെ മുഖമടച്ച് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നോടൊപ്പമാണ്. കേരളം മുഴുവൻ തനിക്ക് പിന്തുണയുമായി മുന്നോട്ട് വരുമ്പോൾ അത് CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചു കുലുക്കുന്നത് തന്നെയാണ്. താൻ അമ്പലപ്പുഴയിലാണ് മത്സരിക്കുന്നതെങ്കിലും താൻ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പിണറായി വിജയനും CPM-നും അനുഭവിക്കേണ്ടതായി വരും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ CPM-ന് വോട്ട് ചെയ്യില്ല. CPM-ന്റെ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ നയവൈകല്യങ്ങൾ കാരണം തന്നെയാണ് CPM-ന്റെ പ്രവർത്തകരും അണികളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും വോട്ട് മാറ്റി ചെയ്യാൻ പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടും എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. അത് CPM എന്ന പാർട്ടിയുടെ കുഴപ്പമല്ല, CPM-ലെ പുത്തൻകൂറ്റ് നേതാക്കളുടെ നയവൈകല്യം തന്നെയാണ്. എന്തായാലും സുധാകരൻ പിണറായി വിജയനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സുധാകരന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പിണറായി വിജയൻ സുധാകരനെ ചെറ്റത്തരം അല്ലെങ്കിൽ ചെറ്റ എന്ന് വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അഭിമുഖം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയാൽ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വം വരെ ഒരുപക്ഷെ റദ്ദ് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഞാൻ അതിന് മുതിരുന്നില്ല എന്ന് സുധാകരൻ പറയുമ്പോൾ സുധാകരന് വേണ്ടി അല്ലെങ്കിൽ സുധാകരൻ അറിയാതെയോ അറിഞ്ഞോ ആരെങ്കിലും ഇത് ചെയ്യുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. നമുക്ക് അതെന്താണെന്ന് അറിയാൻ കാത്തിരിക്കാം. പിണറായി വിജയനുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ടല്ലോ. ഇവിടെ ആലപ്പുഴയിലെ CPM നേതാക്കൾ എന്തൊക്കെ ചെയ്യുമ്പോഴും പിണറായി വിജയനെ അങ്ങ് പോകുന്ന ഘട്ടത്തിൽ പോലും പിണറായി വിജയനെ സംബന്ധിച്ച് നെഗറ്റീവായ ഒരു കമന്റും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മുഖ്യമന്ത്രി കമ്പയർ ചെയ്തത് സുധാകരനുമായിട്ടാണ്. സുധാകരൻ പുറത്തു പോകുന്നു എന്ന അഭ്യൂഹം ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനോട് സ്വീകരിച്ച രീതിയുണ്ട്, സുധാകരൻ സ്വീകരിച്ച രീതിയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ചെറ്റ എന്ന പദപ്രയോഗം നടത്തുന്നത്. പിണറായി വിജയനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ അദ്ദേഹത്തിന് എന്ത് അധികാരം, എന്ത് അവകാശം? അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി? പോളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയോ? പോളിറ്റ് ബ്യൂറോ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയോട് ചോദിച്ചോ എന്ത് വാചകമാണ് പറയണമെന്ന്? ബേബി അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഗോവിന്ദമാഷ്ടം പോലും അങ്ങനെ പറഞ്ഞില്ല. പരിഹസിച്ചൊരുക്കെ ചിരിച്ചെന്നുള്ള ആ പ്രശ്നം തീരുകയും ചെയ്തു. വേറെന്താ അദ്ദേഹത്തിന് പ്രത്യേക അവകാശം എന്താ? നല്ല ബന്ധമായിരുന്നുള്ള 30-30 വർഷത്തെ ബന്ധമല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. എല്ലാ പ്രതിസന്ധിയിലും ഞാൻ ഉറച്ചു നിന്നു. ജനങ്ങളെ അറിയിക്കണം. പത്രസമ്മേളനം നടത്തി പറഞ്ഞ വിശദാംശമൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സ്ഥലജലഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. താഴെയുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആളുകളെയൊക്കെ തെറ്റായ ഭാഷയിൽ അഭിസംബോധന. എൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ല തെറ്റാന്ന് എനിക്ക് സുധാകരൻ എന്നായിട്ടത്. സുധാകരൻ അച്ഛൻ്റെ പേര് ഗോപാലൻ എന്നായതുകൊണ്ട് എന്ന് വന്നതേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയുടെ പേര് മാറ്റാൻ ഈ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? അദ്ദേഹം ആ കസേരയിരിക്കുന്നത് പൗരന്മാരുടെ അച്ഛനും അമ്മയുടെ പേര് മാറ്റാനാണ്. സമാധാനം. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. ഇത് ഭരണഘടനാ പ്രശ്നമാണ്. ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ കേസിനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതീവ ഗുരുതരമായ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യമുള്ള കാര്യം പറയുക, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ നാടിനും നന്നായിരിക്കും. ഞാനിപ്പോഴും ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ. പക്ഷേ ഞാനിതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ചെറ്റയുടെ അർത്ഥം അറിയില്ല. ഞാനത് വ്യാഖ്യാനിച്ചു കൊടുത്തല്ലോ എല്ലാ മാധ്യമങ്ങളിലും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്റെ നിഘണ്ടുവിലുള്ള ഏറ്റവും ചെറിയ പദമാണ് അദ്ദേഹം. ഒരാൾക്കായ ഒരു നിഘണ്ടു ഈ രാജ്യത്തിൽ അത് തന്നെ അബദ്ധമല്ലേ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ നിഘണ്ടുണ്ടോ നമ്മുടെ രാജ്യത്ത്? ഈ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ നിഘണ്ടുണ്ടെന്ന് പറയുന്നത് തന്നെ നിഘണ്ടുവിനെ പറ്റിയുള്ള അജ്ഞതയാണ്. നിഘണ്ടു എന്ന് പറഞ്ഞാൽ മലയാളം നിഘണ്ടു ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ നിഘണ്ടു ഉള്ളത് അല്ലേ? വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ട്, കേംബ്രിഡ്ജ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിക്ഷണറികളുണ്ട്. നമ്മുടെ ഇവിടെ മലയാളം ഡിക്ഷണറികളുണ്ട് അല്ലേ? അതൊക്കെ എഴുതിയ ഒരാളാണെങ്കിലും ജനങ്ങളുടെ ഡിക്ഷണറിയായി മാറും. ഓരോരുത്തർക്കും ഓരോ ഡിക്ഷണറി, ഓരോരുത്തരെ ചീത്ത വിളിക്കാൻ വേണ്ടി അസഭ്യ പദങ്ങളുടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക. പറയട്ടെ, അസഭ്യ പദങ്ങളുടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക, ഓരോരുത്തരെ ഓരോരുത്തർ വിളിക്കുക. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ശിക്ഷാർഹമാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ഇലക്ഷൻ കേസ് കൊടുത്ത പ്രശ്നമാണ്. ഒരു സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥിയെ അവമാനിക്കാൻ പാടില്ല. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഗുരുത്വം എപ്പോഴും ബാക്കി കിടക്കുക വ്യക്തിപരമായി.